Welcome back to my channel Learn Chemistry Easy. I am Archana, working as a teacher in CNN Boys High School chair. Now I discuss Bohr model of atom. So according to Niels Bohr, the center part of atom is called nucleus. Then around the nucleus there are different energy levels. These energy levels are K, L, M and N. Here first energy level is K, second energy level is L, third energy level is M, fourth energy level is N. So these energy levels are also called shells. Energy levels are also called shells. Here in this model, electrons revolve around the nucleus through a fixed path. This fixed path is called shell or energy level. ബോർ മാതൃക അനുസരിച്ച് ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തെ പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. കേന്ദ്രഭാഗത്തിന് ചുറ്റുമായി വിവിധ ഊർജനിലകൾ കാണപ്പെടുന്നു. ഇതിൽ ഒന്നാമത്തെ ഊർജനിലയ്ക്ക് പറയുന്ന പേരാണ് കെ, രണ്ടാമത്തെ ഊർജനിലയാണ് എൽ, മൂന്നാമത്തെ ഊർജനിലയാണ് എം, നാലാമത്തെ ഊർജനിലയാണ് എൻ. ഊർജനിലകൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഷെൽ. അതായത് തന്നിരിക്കുന്ന ആറ്റം മാതൃകയിൽ 4 ഷെല്ലുകൾ വരച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഷെൽ കെ ഷെൽ, രണ്ടാമത്തെ ഷെൽ എൽ ഷെൽ, മൂന്നാമത്തെ ഷെൽ എം ഷെൽ, നാലാമത്തെ ഷെൽ എൻ ഷെൽ. ഈ ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ ഐഡിയാസ് ഓഫ് ദി ബോർ മോഡൽ. ബോർ ആറ്റം മാതൃകയിലെ പ്രധാന ആശയങ്ങൾ ഒന്നുകൂടി പരിചയപ്പെടാം. ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ഫിക്സഡ് പാത്സ് കോൾഡ് ഓർബിറ്റ് ഓർ ഷെൽ. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ നിശ്ചിതമായ പാതയിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ പാതയെ പറയുന്ന പേരാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ. ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഷെൽസ് ഹാവ് എ ഡെഫിനിറ്റ് എനർജി. ഓരോ ഷെല്ലിലുമുള്ള ഇലക്ട്രോണിന് നിശ്ചിതമായ ഊർജമുണ്ട്. ഹെൻസ് ഷെൽസ് ആർ ഓൾസോ കോൾഡ് എനർജി ലെവൽസ്. അതിനാൽ ഷെല്ലുകൾ ഊർജനിലകൾ എന്നും അറിയപ്പെടുന്നു. ആസ് ലോങ് ആസ് ആൻ ഇലക്ട്രോൺ റിവോൾവ്സ് ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ് ഇറ്റ്സ് എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും നിശ്ചിതമായ പാതയിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഊർജം സ്ഥിരമായിരിക്കും. എനർജി ഓഫ് ദ ഷെൽസ് ഇൻക്രീസസ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. ന്യൂക്ലിയസിൽ നിന്ന് ഷെല്ലിലേക്കുള്ള ദൂരം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജനില കൂടുന്നു, അഥവാ ഷെല്ലുകളുടെ ഊർജം കൂടുന്നു. അതായത് ന്യൂക്ലിയസിനോട് അടുത്ത് കിടക്കുന്ന ഷെല്ലാണ് കെ ഷെൽ. കെ ഷെല്ലിന് ഊർജനില കുറവായിരിക്കും. ന്യൂക്ലിയസിൽ നിന്ന് അകന്നു കിടക്കുന്ന ഷെല്ലാണ് എൻ ഷെൽ. എൻ ഷെല്ലിന് ഊർജം കൂടുതലായിരിക്കും. ദി ഷെൽസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ക്യാൻ ബി നമ്പേർഡ് ഫ്രം നിയർ ദ ന്യൂക്ലിയസ് ആസ് 1, 2, 3, 4, 5 or represented by the letters K, L, M, N, O and P. ഷെല്ലുകളെ നമ്പർ ചെയ്തിരിക്കുന്നു 1, 2, 3, 4, 5 എന്ന രീതിയിൽ. അതായത് ഒന്നാമത്തെ ഷെല്ല് കെ ഷെൽ, രണ്ടാമത്തെ ഷെല്ല് എൽ ഷെൽ, മൂന്നാമത്തെ ഷെല്ല് എം ഷെൽ, നാലാമത്തെ ഷെല്ല് എൻ ഷെൽ, അഞ്ചാമത്തെ ഷെല്ല് ഒ ഷെൽ, ആറാമത്തെ ഷെല്ലുണ്ടെങ്കിൽ അത് പി. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അറ്റോമിക് നമ്പർ എന്താണ്, മാസ് നമ്പർ എന്താണ്, ഇവ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നത് നൈട്രജൻ ആറ്റമാണ്. നൈട്രജൻ്റെ സിമ്പലാണ് N. നൈട്രജൻ്റെ കൂടെ നമ്മൾ 2 നമ്പർ കൂടെ എഴുതിയിട്ടുണ്ട്. ഒരു നമ്പർ താഴെ എഴുതിയിട്ടുണ്ട്, ഒരു നമ്പർ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഈ സിമ്പലിൻ്റെ കൂടെ താഴെ എഴുതിയിരിക്കുന്ന ഈ നമ്പറാണ് അറ്റോമിക നമ്പർ. സിമ്പലിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പറാണ് മാസ് നമ്പർ. ഒന്നുകൂടി ശ്രദ്ധിക്കുക. The number written on the left bottom is atomic number. This is atomic
number. Then number written on the top right is called mass number. ഇതുപോലെ ഒരു മൂലകത്തിന്റെ പ്രതീകത്തിനോടുകൂടി അറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നാൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കുമെന്ന് കരുതുന്നു. താഴെ എഴുതിയിരിക്കുന്നത് അറ്റോമിക് നമ്പറും മുകളിൽ എഴുതിയിരിക്കുന്നത് മാസ് നമ്പറും. നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7, നൈട്രജന്റെ മാസ് നമ്പർ 14. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഉപയോഗിച്ച് നൈട്രജൻ ആറ്റത്തിൽ എത്ര പ്രോട്ടോണുകളുണ്ട്, നൈട്രജൻ ആറ്റത്തിൽ എത്ര പ്രോട്ടോൺ, അതുപോലെ നൈട്രജൻ ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺ, അതുപോലെ നൈട്രജൻ ആറ്റത്തിൽ എത്ര ന്യൂട്രോൺ. ഓക്കെ, നൈട്രജൻ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം, അതുപോലെ ഇലക്ട്രോണുകളുടെ എണ്ണം, ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്തണം. അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം കണ്ടെത്താനുള്ള എളുപ്പവഴിയാണ് നൈട്രജൻ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണോ അതായിരിക്കും പ്രോട്ടോണുകളുടെ എണ്ണം. ഇവിടെ നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്, അറ്റോമിക് നമ്പർ 7. അതിനാൽ പ്രോട്ടോണുകളുടെ എണ്ണം 7 ആയിരിക്കും. ഇനി ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. അപ്പോൾ നൈട്രജൻ ആറ്റത്തിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? തീർച്ചയായിട്ടും എത്രയായിരിക്കും? 7 ആയിരിക്കും. അതുപോലെ ന്യൂട്രോണുകളുടെ എണ്ണം കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യുക. മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചെഴുതുക. അപ്പോൾ ഇവിടെ മാസ് നമ്പർ എത്രയാണ്? 14 മൈനസ് 7, ആൻസർ 7. അപ്പോൾ 14 നിന്ന് 7 പോന്നാൽ എത്ര ന്യൂട്രോണാണ്? 7 ന്യൂട്രോൺ. അപ്പോൾ വളരെ ഈസി ആയിട്ട് അറ്റോമിക് നമ്പറും മാസ് നമ്പറും കിട്ടിക്കഴിഞ്ഞാൽ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം കണ്ടെത്താൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി എന്താണ് അറ്റോമിക് നമ്പർ എന്ന് വിശദമായി പരിചയപ്പെടാം. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയോ ഇലക്ട്രോണുകളുടെയോ എണ്ണമാണ് അറ്റോമിക് നമ്പർ. ദാറ്റ് മീൻസ് atomic number is the total number of protons or electrons in an atom. ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെയും എണ്ണമാണ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ്, സിംബലാണ് സെറ്റ്. സോ ഹിയർ സെറ്റ് ഇൻഡിക്കേറ്റ്സ് അറ്റോമിക് നമ്പർ. വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയോ ഇലക്ട്രോണുകളുടെയോ എണ്ണമാണ് അറ്റോമിക് നമ്പർ. അതായത് അറ്റോമിക് നമ്പറും പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. സിമിലർലി മാസ് നമ്പർ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് protons and neutrons in an atom. Mass number is the total number of protons and neutrons in an atom. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ. മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് എ. മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്ന സിംബലാണ് എ. മാസ് നമ്പർ എന്ന് പറയുന്നത് ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ്. ഇനി അതിനാൽ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്തുന്നതിന് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചറിയാം. വീണ്ടും ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ, അറ്റോമിക് നമ്പർ മൂലകത്തിൻ്റെ താഴെയായിട്ടും മാസ് നമ്പർ മുകളിലുമായിട്ടും എഴുതിയിരിക്കുന്നു. അറ്റോമിക് നമ്പറും പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കുറച്ചാൽ മതി. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി പരിചയപ്പെടാം. അടുത്ത മൂലകം സോഡിയം 1123. സോഡിയം 1123.
ഇനി നമുക്ക് ഇതൊക്കെ സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് എഴുതാം. സോഡിയം 1123. അപ്പോൾ അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്ന സിമ്പിൾ ഏതാണ്? സെഡ്. അപ്പോൾ സെഡ് എത്രയായിരിക്കും? അറ്റോമിക് നമ്പർ തീർച്ചയായിട്ടും അറിയാം, 11. അതുപോലെ മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്ന സിമ്പിളാണ് എ. എ അല്ലെങ്കിൽ മാസ് നമ്പർ എത്രയായിരിക്കും? മാസ് നമ്പർ 23. ഈ പ്രോട്ടോണുകളെ ചുരുക്കി നമുക്ക് എന്ത് എഴുതാം? പി എന്ന് എഴുതാം. അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയായിരിക്കും? അറ്റോമിക് നമ്പർ 11 ആയതുകൊണ്ട് പ്രോട്ടോണുകളുടെ എണ്ണവും 11 ആയിരിക്കും. അതുപോലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? അറ്റോമിക് നമ്പറും പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. അതിനാൽ അറ്റോമിക് നമ്പർ 11 ആയതുകൊണ്ട് പ്രോട്ടോൺ 11, അതുപോലെ തന്നെ ഇലക്ട്രോണുകളുടെ എണ്ണവും 11. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെ കണ്ടെത്താം? ന്യൂട്രോൺ സമം എങ്ങനെ എഴുതണം? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അപ്പോൾ 23 മൈനസ് 11 എത്ര കിട്ടും? 23 മൈനസ് 11 ആൻസർ ഈസ് 12. അപ്പോൾ ഇതിൽ നിന്ന് സോഡിയം ആറ്റത്തിന്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നാൽ സോഡിയം ആറ്റത്തിലുള്ള പ്രോട്ടോണിന്റെ എണ്ണം കണ്ടുപിടിക്കാം, ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാം, അതുപോലെ ന്യൂട്രോണിന്റെ എണ്ണവും കണ്ടെത്താം. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും നോട്ട്ബുക്കിലേക്ക് പകർത്തിയെടുക്കണം. തന്നിരിക്കുന്ന പട്ടിക എല്ലാവരും നോട്ട്ബുക്കിൽ പൂർത്തിയാക്കുക. ടേബിളിലെ ഓരോ മൂലകത്തിൻ്റെയും അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഇവ കണ്ടെത്തി എഴുതുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസം. Electronic configuration means the arrangement of electrons around the nucleus in a shell is called electronic configuration. So listen again. Electronic configuration means arrangement of electrons around the nucleus in different shells are called electronic configuration. അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകളിൽ ഇലക്ട്രോണുകളെ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്നതാണ്. ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകളിൽ ഇലക്ട്രോണുകളെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്, അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോൺ വിന്യാസം. അപ്പോൾ വിവിധ ഷെല്ലുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. KLMN. ഇനി ഷെല്ലുകളുടെ പേര് മാത്രം നമുക്ക് കിട്ടിയാൽ പോരാ, ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടി കണ്ടെത്തണം. ഇത് കണ്ടെത്താനുള്ള ഫോർമുലയാണ്, സമവാക്യമാണ് 2n². ഈ സമവാക്യം ഉപയോഗിച്ചാണ് ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഷെൽ നമ്പറാണ്. എന്ന് പറയുന്നത് ഷെൽ നമ്പർ, അതായത് 2n². കെ ഷെല്ലാണ് ഒന്നാമത്തെ ഷെല്ല്. അപ്പോൾ നമ്മൾ എങ്ങനെ സമവാക്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2 × ഷെൽ നമ്പർ 1 ആണെങ്കിൽ 1². അപ്പോൾ എത്ര വരും? 2 × 1² എന്ന് പറയുമ്പോൾ 1² 1, 1 × 2 2. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണെന്ന് കണ്ടെത്തി. അതുപോലെ തന്നെ രണ്ടാമത്തെ ഷെല്ലാണ് എൽ ഷെൽ. അപ്പോൾ ഷെൽ നമ്പർ എത്രയാണ് വരിക? 2 × 2². 2² എന്ന് പറയുമ്പോൾ 4. 4 × 2 = 8. ഇങ്ങനെ വിവിധ ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് കണ്ടെത്താം. 2n² എന്നുള്ള സമവാക്യത്തിനനുസരിച്ചിട്ടാണ് ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നാം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്. കെ ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ പരമാവധി 8 ഇലക്ട്രോൺ, എം ഷെല്ലിൽ പരമാവധി 18, എൻ ഷെല്ലിൽ പരമാവധി 32 ഇലക്ട്രോൺ. ഇനി ഈ ആശയത്തെ അടിസ്ഥാനമാക്കി എങ്ങനെയാണ് നമുക്ക് ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നതെന്ന് പരിശോധിക്കും. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച ഏതെങ്കിലും ഒരു എലമെന്റ്, ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് സോഡിയം എടുക്കും. സോഡിയം 11 23. ഈ ഇലക്ട്രോൺ വിന്യാസം എഴുതണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഷെല്ലുകളുടെ പേരെഴുതണം. KLMN ഷെല്ലുകൾ. ഇനി ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ എഴുതണം. അതാണ് ഇലക്ട്രോൺ വിന്യാസം. അപ്പോൾ ഇവിടെ സോഡിയം എന്നുള്ള ആറ്റത്തിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? നമ്മൾ മുമ്പ് പഠിച്ചതാണ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 11.
അപ്പോൾ അറ്റോമിക് നമ്പർ എത്രയാണോ അത്ര ഇലക്ട്രോണുകളാണ് ഒരാറ്റത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആയതുകൊണ്ട് സോഡിയത്തിൽ ആകെ 11 ഇലക്ട്രോണുകളാണുള്ളത്. അപ്പോൾ ഈ 11 ഇലക്ട്രോണുകളെ എങ്ങനെ ക്രമീകരിക്കാം? ആദ്യത്തെ ഷെല്ലായ കെ ഷെല്ലില് പരമാവധി എത്ര ഇലക്ട്രോണുകളാണ്? 2 എണ്ണം. ഇപ്പൊ 2ൽ കൂടുതലാവാൻ പാടില്ല. അപ്പൊ അതിനാൽ കെ ഷെല്ലിൽ നമ്മൾ എത്ര ഇലക്ട്രോൺ എഴുതി? 2. ഇനി ഇലക്ട്രോണുകൾ എണ്ണം പൂർത്തിയായോ? പൂർത്തിയായിട്ടില്ല, ബാക്കിയുണ്ട്, റിമൈനിങ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉൾപ്പെടുത്തി. എൽ ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോണുകളാണ്? 8 ഇലക്ട്രോൺ. അപ്പൊ ബാക്കി 8 എണ്ണം ഏതെഴുതി? എൽ ഷെല്ലിൽ എഴുതി. അപ്പൊ ആകെ എത്ര ഇലക്ട്രോണുകളെ നമ്മൾ അടയാളപ്പെടുത്തി? 2ഉം 8ഉം ഇത്രയും 10 ഇലക്ട്രോണുകളെ അടയാളപ്പെടുത്തി. ഇനിയും ബാക്കിയുണ്ടല്ലോ, ഒരു ഇലക്ട്രോൺ കൂടെ ബാക്കിയുണ്ട്. ആ ഒരു ഇലക്ട്രോണിനെ ഏത് ഷെല്ലിലേക്ക് എഴുതാം? തൊട്ടപ്പുറത്തെ ഷെല്ലിലേക്ക് എഴുതാം. അപ്പൊ സോഡിയം ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസമാണ് 2, 8, 1 എന്നത്. ആശയം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എലമെന്റും കൂടെ എഴുതാം. ഇപ്പൊ കാർബൺ 612, കാർബൺ 612 കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ പരമാവധി? ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? കാർബണില് 6 ആണ്. കാരണം കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 6 ആണ്. അപ്പൊ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. അപ്പൊ 2 ഇലക്ട്രോൺ അടയാളപ്പെടുത്തി. ബാക്കി എത്ര ഇലക്ട്രോണുകളുണ്ട്? കാർബണില് 4 ഇലക്ട്രോണുകളുണ്ട്. അപ്പൊ ആ 4 ഇലക്ട്രോൺ ഏതിൽ അടയാളപ്പെടുത്തി? എൽ ഷെല്ലിൽ അടയാളപ്പെടുത്തി. ബാക്കിയോ? എം ഷെല്ലിലുണ്ടോ? എം ഷെല്ലിലും ഇല്ല, എൻ ഷെല്ലിലും ഇല്ല. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം അടയാളപ്പെടുത്തിയാൽ മതി. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? എൽ ഷെല്ലില് പരമാവധി അല്ലെങ്കിൽ മാക്സിമം 8 ഇലക്ട്രോണാണ്. 8 ഇലക്ട്രോണില് താഴെ വേണമെങ്കിൽ എഴുതാം. 8 ഇലക്ട്രോണിൽ കൂടുതൽ ഒരിക്കലും എഴുതാൻ പാടില്ല. ആശയം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ബോർ ആറ്റം മാതൃക നമ്മൾ പരിചയപ്പെട്ടുവല്ലോ. ഇനി ബോർ ആറ്റം മാതൃക വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ബോർ ആറ്റം മാതൃക വരയ്ക്കാനായി നമുക്ക് ഒരു മൂലകത്തിലെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം, ഇലക്ട്രോണുകളുടെ എണ്ണം, ന്യൂട്രോണുകളുടെ എണ്ണം, അതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എഴുതൽ, ഇത്രയും കാര്യങ്ങൾ അറിയണം. ഏതൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്? പ്രോട്ടോണുകളുടെ എണ്ണം, ഇലക്ട്രോണുകളുടെ എണ്ണം, ന്യൂട്രോണുകളുടെ എണ്ണം, അതുപോലെ ഇലക്ട്രോൺ വിന്യാസം എഴുതൽ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഇവിടെ തന്നിരിക്കുന്ന മൂലകം നിയോൺ ആണ്. നിയോൺ എന്ന മൂലകം, നിയോണിന്റെ അറ്റോമിക് നമ്പർ 10 ആണ്, മാസ് നമ്പർ 20 ആണ്. അപ്പൊ നമുക്കറിയാം, അതിനാൽ പ്രോട്ടോണുകൾ അറ്റോമിക് നമ്പർ ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ. അതായത് അറ്റോമിക് നമ്പർ 10 ആണെങ്കിൽ പ്രോട്ടോണിന്റെ എണ്ണം 10 ആയിരിക്കും. പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. അപ്പൊ ഇലക്ട്രോണുകളുടെ എണ്ണവും 10. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അപ്പൊ 20 മൈനസ് 10 നമുക്ക് എത്ര എഴുതാം? ന്യൂട്രോണുകളുടെ എണ്ണം 10. ഇനി ഇലക്ട്രോൺ വിന്യാസം എഴുതാനായിട്ട്, അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് നോക്കാം. ആകെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 10. ഇനി ഒന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. രണ്ടാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8. അപ്പൊ നമുക്ക് ആകെയുള്ളത് എത്രയാണ്? 10 ഇലക്ട്രോൺ. അപ്പൊ ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള നിയോണിനുള്ള ആകെയുള്ള 10 ഇലക്ട്രോണുകളെ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു. ഇനി എം ഷെല്ലിലും എൻ ഷെല്ലിലും ഇലക്ട്രോണുകൾ ഉണ്ടോ? ഇല്ല. ഇനി ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ആറ്റം മാതൃക വരയ്ക്കുന്നതെന്ന് നോക്കാം. ആറ്റം മാതൃക വരയ്ക്കാൻ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ആറ്റത്തിന്റെ കേന്ദ്രഭാഗം അടയാളപ്പെടുത്താം. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം, ഈ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകളാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം വരയ്ക്കുന്നു. കേന്ദ്രഭാഗത്തെ ന്യൂക്ലിയസ് എന്ന് പറയുന്നു. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകളാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. അപ്പൊ നമുക്കിവിടെ എത്ര പ്രോട്ടോണുകൾ ഉണ്ട്? 10 പ്രോട്ടോണുകൾ. അപ്പൊ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെഴുതും? 10 പി എന്ന് എഴുതും. 10 പ്രോട്ടോൺ. അതുപോലെ എത്ര ന്യൂട്രോണുകൾ ഉണ്ട്? 10 ന്യൂട്രോണുകൾ. അപ്പൊ എത്ര ന്യൂട്രോൺ എഴുതണം? 10 ന്യൂട്രോൺ. അപ്പൊ ന്യൂക്ലിയസിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടാൽ നമുക്കറിയാം 10 പ്രോട്ടോൺ ആണുള്ളത്. അതുകൊണ്ട് അറ്റോമിക് നമ്പർ 10 ഉള്ള എലമെന്റ് ആണ്, അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ 10 ഉള്ള മൂലകമാണ്. ഇനി നമുക്ക് ന്യൂക്ലിയസിന് ചുറ്റും വിവിധ ഷെല്ലുകളുണ്ട്, KLMN. അപ്പൊ ഈ ഷെല്ലുകൾ വരയ്ക്കാം. അപ്പൊ ഒന്നാമത്തെ ഷെല്ല് വരച്ചു. നമുക്ക് എത്ര ഷെല്ല് ആവശ്യമുണ്ടോ വരയ്ക്കാൻ? ആകെ 2 ഷെല്ലേ ആവശ്യമുള്ളൂ, കാരണം എമ്മിലും എന്നിലും ഒന്നും ഇലക്ട്രോണുകൾ ഇല്ല.
അപ്പോൾ ഒന്നാമത്തെ ഷെല്ല് വരച്ചു. ഇനി അതിൽ എത്ര ഇലക്ട്രോൺ മാർക്ക് ചെയ്യണം? 2 ഇലക്ട്രോണുകളെ മാർക്ക് ചെയ്യണം. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളെ മാർക്ക് ചെയ്യണം. ഇനി അടുത്ത ഷെല്ല് ഏതാ? രണ്ടാമത്തെ ഷെല്ല് എൽ ഷെൽ. അപ്പോൾ അതുപോലെ എൽ ഷെല്ല് വരയ്ക്കുന്നു. എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളെ മാർക്ക് ചെയ്യണം? 8 ഇലക്ട്രോണുകളെ മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ 8 ഇലക്ട്രോൺ മാർക്ക് ചെയ്യുന്നു. ഇതാണ് നിയോൺ ആറ്റത്തിന്റെ ബോർ ആറ്റം മാതൃക. ഇത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് 10 പ്രോട്ടോണുകളും 10 ന്യൂട്രോണുകളും ഉണ്ട് ന്യൂക്ലിയസിൽ. അതിന് ചുറ്റുമായിട്ട് 10 ഇലക്ട്രോണുകളും ഉണ്ട്. അതായത് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ 10 എണ്ണമാണ്. 10 പ്രോട്ടോണുകൾ, 10 പോസിറ്റീവ് ചാർജ്. അതുപോലെ ആറ്റത്തിന് ചുറ്റുമുള്ള ഷെല്ലുകളിലുള്ള ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ്. അപ്പോൾ 10 ഇലക്ട്രോണുകളും കാണാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്ലോറിൻ. ക്ലോറിൻ അറ്റോമിക് നമ്പർ 17, മാസ് നമ്പർ 35. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17ഉം മാസ് നമ്പർ 35ഉമാണ്. അതിനാൽ ക്ലോറിനുള്ള പ്രോട്ടോണുകളുടെ എണ്ണം എത്രയായിരിക്കും? 17 ആയിരിക്കും. അറ്റോമിക് നമ്പർ എത്രയാണോ അത്രയും പ്രോട്ടോണുകൾ. ഇപ്പോൾ ക്ലോറിനുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? 17 തന്നെ ആയിരിക്കും. 17. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെ കണ്ടെത്തും? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അതായത് 35 മൈനസ് 17 നമുക്ക് എത്ര ആൻസർ കിട്ടും? 18 കിട്ടും. 18 ഇലക്ട്രോൺസ്. അപ്പോൾ ക്ലോറിൻ ആറ്റത്തിൽ പ്രോട്ടോൺ 70, ഇലക്ട്രോൺ 70, ന്യൂട്രോൺ 80. അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് ചെക്ക് ചെയ്യുക. ഇലക്ട്രോണുകളുടെ എണ്ണം 17. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതനുസരിച്ചിട്ട് ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ അടയാളപ്പെടുത്തി. ഇനി ബാക്കി രണ്ടാമത്തെ ഷെല്ലിലെ മാക്സിമം എത്ര ഇലക്ട്രോണുകളാണ്? പരമാവധി 8 ഇലക്ട്രോണുകളാണ്. അപ്പോൾ 8 ആണ് എഴുതി. അപ്പോൾ 8ഉം 2ഉം 10 ഇലക്ട്രോണിനെ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് എത്ര ഉണ്ട് ഇലക്ട്രോൺ? 7 ഇലക്ട്രോൺ കൂടി ഉണ്ട്. ആ 7 ഇലക്ട്രോൺ ഏത് ഷെല്ലിലേക്ക് പോകും? മൂന്നാമത്തെ ഷെല്ലിലേക്ക് പോകും. മൂന്നാമത്തേൽ പരമാവധി 18 ഇലക്ട്രോണിനെ ഉൾക്കൊള്ളിക്കും. അപ്പോൾ ബാക്കിയുള്ള 7 ഇലക്ട്രോണിനെ മൂന്നാമത്തെ ഷെല്ലിലേക്ക്. അപ്പോൾ ആകെ ഇലക്ട്രോണുകൾ എണ്ണം ശരിയായി നോക്കിയാൽ 8 + 2 10, 10 + 7 7. ഇനി എൻ ഷെല്ലിൽ ഇലക്ട്രോണുകൾ ഉണ്ടോ? ഇല്ല. എൻ ഷെല്ലിൽ ഇലക്ട്രോണുകൾ ഇല്ല. അപ്പോൾ മുമ്പ് വരച്ചതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? എത്ര ഷെല്ലുകൾ വരയ്ക്കണം? ആകെ 3 ഷെല്ലുകൾ വരയ്ക്കണം. അപ്പോൾ നമ്മളിവിടെ ന്യൂക്ലിയസ് വരച്ചു. ന്യൂക്ലിയസിന് പുറത്തൊരു ഷെല്ല് വരച്ചു. രണ്ടാമത്തെ ഷെല്ല് വരച്ചു, എം ഷെല്ല്. ഇനി മൂന്നാമത്തെ ഷെല്ല് എം ഷെല്ല് വരച്ചു. ഇനി നമുക്കിതിൽ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എഴുതണം. ന്യൂക്ലിയസിൽ എത്ര പ്രോട്ടോണുകളാണ്? 17 പ്രോട്ടോൺ. അപ്പം ന്യൂക്ലിയസിൽ 17 പി. അതുപോലെ ഇലക്ട്രോണുകളുടെ എണ്ണം, ന്യൂട്രോണുകളുടെ എണ്ണം 18 എൻ. 18 ന്യൂട്രോൺ മാർക്ക് ചെയ്തു. ഈ ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. അപ്പം 2 ഇലക്ട്രോൺ മാർക്ക് ചെയ്തു. രണ്ടാമത്തേൽ 8 ഇലക്ട്രോൺ. രണ്ടാമത്തെ മീൻസ് എൽ ഷെൽ. എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ. ഇനി മൂന്നാമത്തെ ഷെല്ലായ എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വരയ്ക്കണം? 7 ഇലക്ട്രോൺ വരയ്ക്കണം. അപ്പോൾ ഇതാണ് ക്ലോറിൻ്റെ ബോർ ആറ്റം മാതൃക. നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള എലമെന്റ്സിന്റെ മൂലകങ്ങളുടെ ആറ്റം മാതൃക വരയ്ക്കണം. അപ്പോൾ ഇതിനായി ടെക്സ്റ്റ് ബുക്കിൽ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ കാണിക്കാം. Find the electronic configuration of the following atoms and draw their Bohr model. താഴെ തന്നിരിക്കുന്ന മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതി അവയുടെ ബോർ ആറ്റം മാതൃക വരയ്ക്കുക. നിത്യജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ളൊരു ടോപ്പിക്കാണ് ഐസോടോപ്സ്, അതായത് ഐസോടോപ്പുകൾ. ഇവ എന്താണെന്ന് നമുക്ക് നോക്കാം. ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ് ഹാവിംഗ് ദ സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ ഈസ് കോൾഡ് ഐസോടോപ്സ്. അതായത് ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലകങ്ങളാണ് ഐസോടോപ്പുകൾ. ഐസോടോപ്പുകൾ എന്ന് പറയുമ്പോൾ
ഒരേ അറ്റോമിക നമ്പറും അതുപോലെ സെയിം അറ്റോമിക് നമ്പർ, ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലകങ്ങളാണ് ഐസോട്ടോപ്പുകൾ. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് 3 ഐസോട്ടോപ്പുകളാണ് എഴുതിയിരിക്കുന്നത്. ഈ ഐസോട്ടോപ്പുകൾ ഹൈഡ്രജൻ്റെയാണ്. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷിയം. So here protium, deuterium, tritium are the isotopes of hydrogen. ഹൈഡ്രജന്റെ പ്രധാനപ്പെട്ട 3 ഐസോട്ടോപ്പുകളാണ് പ്രോട്ടിയം 1H1, ഡ്യൂട്ടീരിയം 1H2, ട്രിഷിയം 1H3. അപ്പോൾ നമുക്കറിയാം ഐസോട്ടോപ്പ് എന്ന് പറയുമ്പോൾ അറ്റോമിക നമ്പർ എപ്പോഴും എങ്ങനെയായിരിക്കണം? ഒരേപോലെ ആയിരിക്കും. കാരണം എന്താ? ഇത് 3 എന്താണ്? ഹൈഡ്രജൻ ആറ്റാണ് അല്ലേ? അറ്റോമിക നമ്പർ മാറുമ്പോൾ മൂലകം മാറും. അറ്റോമിക നമ്പർ മാറുമ്പോൾ മൂലകം മാറും. അപ്പോൾ ഒരേ അറ്റോമിക നമ്പറാണ്. കാരണം എന്താ? ഇത് ഹൈഡ്രജൻ എന്നുള്ള മൂലകമാണ്. പിന്നെ ഇവിടെ എന്തിലാണ് മാറ്റുള്ളത്? മാസ് നമ്പറിലാണ് മാറ്റുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഹൈഡ്രജന്റെ മാസ് നമ്പറിൽ മാറ്റം വരുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഐസോട്ടോപ്പ് എന്നുള്ള ആശയം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഐസോട്ടോപ്പുകൾ എന്ന് പറയുമ്പോൾ അറ്റോമിക നമ്പർ ഒരുപോലെ ആയിരിക്കും, അവയുടെ മാസ് നമ്പർ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഹൈഡ്രജന്റെ 3 ഐസോട്ടോപ്പുകൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഇനി നമുക്ക് ഇതിൽ ഓരോന്നിലുള്ള കണികളുടെ എണ്ണം ഒന്ന് എഴുതി നോക്കാം. അതായത് ഹൈഡ്രജൻ ആറ്റത്തിൽ പ്രോട്ടിയം എന്നുള്ള ഐസോട്ടോപ്പിൽ അറ്റോമിക നമ്പർ 1 ആണ്. അപ്പോൾ അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം 1. അപ്പോൾ അതിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1. ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെ എഴുതാം? നമുക്ക് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അപ്പോൾ എത്ര എഴുതാം? 1 - 1 0. അപ്പോൾ ഹൈഡ്രജന്റെ ന്യൂട്രോൺ ഇല്ലാത്ത ഐസോട്ടോപ്പാണ് ഏത്? പ്രോട്ടിയം. അതുപോലെ നമുക്ക് ഡ്യൂട്ടീരിയത്തിലെ കണികളുടെ എണ്ണം എഴുതി നോക്കാം. അറ്റോമിക് നമ്പർ 1 ആയതുകൊണ്ട് പ്രോട്ടോൺ 1, ഇലക്ട്രോൺ 1, ന്യൂട്രോൺ, മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അതായത് 2 - 1 എത്ര കിട്ടി? ന്യൂട്രോണുകളുടെ എണ്ണം 1. ഇനി ട്രിഷിയത്തിൽ പ്രോട്ടോണുകളുടെ എണ്ണം 1, ഇലക്ട്രോൺ 1, ന്യൂട്രോൺ 3 - 1 = എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകാം പ്രോട്ടിയത്തിൽ ന്യൂട്രോൺ 0 ആണ്, ഡ്യൂട്ടീരിയത്തിൽ 1 ന്യൂട്രോൺ ഉണ്ട്, ട്രിഷിയത്തിൽ 2 ന്യൂട്രോൺ ഉണ്ട്. അപ്പോൾ ഈ ന്യൂട്രോണുകളുടെ എണ്ണത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് മാസ് നമ്പറിൽ വ്യത്യാസം വന്നത്. അപ്പോൾ മാസ് നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? ആകെയുള്ള പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും ചേർന്നതാണ്. പ്രോട്ടോണുകളുടെ എണ്ണം ഇവിടെ എപ്പോഴും ഒരേപോലെയാണ്, 1 തന്നെയാണ്. അപ്പോൾ ഏതിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുമ്പോഴാണ് മാസിന് വ്യത്യാസം വന്നത്? ന്യൂട്രോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വന്നത് കൊണ്ടാണ് ഇവിടെ മാസ് നമ്പറിൽ വ്യത്യാസം വന്നത്. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഹോംവർക്ക്, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയത്തിൻ്റെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ന്യൂട്രോണിൻ്റെ എണ്ണം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇവയുടെ ബോർ ആറ്റം മാതൃക നോട്ട്ബുക്കിൽ വരയ്ക്കണം. ചില പ്രധാന ഐസോട്ടോപ്പുകളും അവയുടെ ഉപയോഗങ്ങളും ഒന്ന് പരിചയപ്പെടാം. ഡ്യൂട്ടീരിയം ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ്. ഡ്യൂട്ടീരിയം യൂസ്ഡ് ഇൻ അറ്റോമിക് റിയാക്ടേഴ്സ്. ആണവ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു ഡ്യൂട്ടീരിയം. കാർബൺ 14 യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഏജ് ഓഫ് ഫോസിൽസ് ആൻഡ് പ്രീ ഹിസ്റ്റോറിക് ഒബ്ജക്റ്റ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പാണ് കാർബൺ 14. ഫോസ്ഫറസ് 13 യൂസ്ഡ് ആസ് ട്രേസേഴ്സ് ഫോർ ഐഡൻറ്റിഫൈങ് ദ ന്യൂട്രീഷ്യൻ എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. ചെടികളിലെ പോഷക കൈമാറ്റം കണ്ടെത്താൻ ഉപയോഗിക്കുന്നു ഫോസ്ഫറസ്. അടുത്തത് അയോഡിൻ 131 ആൻഡ് കൊബാൾട്ട് 16. അയോഡിനും കൊബാൾട്ടും ഉപയോഗിക്കുന്നത് പ്രധാനമായും വൈദ്യശാസ്ത്ര രംഗത്താണ്. ക്യാൻസർ, ട്യൂമർ മുതലായ അസുഖങ്ങളെ കണ്ടെത്തുന്നതിന്, ഡയഗ്നോസ് ചെയ്യുന്നതിനും ട്രീറ്റ്മെൻറ്റിനും ഉപയോഗിക്കുന്നു. യൂസ്ഡ് ഇൻ മെഡിക്കൽ ഫീൽഡ് ഫോർ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് എയിൽമെൻറ്റ്സ് ലൈക്ക് ക്യാൻസർ ആൻഡ് ട്യൂമർ. യുറാനിയം 235 യൂസ്ഡ് ആസ് എ ഫ്യുവൽ ഇൻ അറ്റോമിക് റിയാക്ടേഴ്സ്. അറ്റോമിക് റിയാക്ടറിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു യുറാനിയം 235. സ്ക്രീനിൽ കാണുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം സയൻസ് ഡയറിയിൽ എഴുതുക. 9ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന പാഠഭാഗം ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.